എന്നോടല്ലേ ഇഷ്ടപ്പെട്ട ചെടി ഏതെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ കുരുമുളക് ചെടി എന്ന് പറയും. കാരണം പണ്ടേ ഞങ്ങൾക്കല്ലേ കുരുമുളക് ചെടിയുടെ കണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഞാൻ നോക്കും. ഞാൻ പറയലുണ്ട്, വെറുതെ കിട്ടിയ ചെടിയിൽ നടനാട്ടിയും കുരുമുളക് നട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ചെലവിനുള്ള പൈസ അതിൽ നിന്ന് കിട്ടാത്തക്കല. പിന്നെ നമ്മളെ നാട്ടിലത്തെ കുറേ ആൾക്കാർ നമുക്ക് കുരുമുളക് കൊണ്ട് തരാറുണ്ട്. ചിലപ്പോൾ അവരല്ലേ കുരുമുളക് തന്നിട്ട് ആ ക്യാഷിന് നമ്മൾ അതിന് എന്തെങ്കിലും സാധനം എടുത്തിട്ട് പോകും. ഇപ്പൊ നമ്മൾ അൺബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇടുക്കിയിൽ നിന്ന് വന്ന കുരുമുളകാണ്. ഞങ്ങൾക്ക് എന്തെന്നറിയില്ല, ഇടുക്കിയിൽ സാധനം എടുക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ഫ്ലേവറും കുറച്ച് സ്മെല്ലെല്ലാം അടുത്തത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് കച്ചവടം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു സർവീസും കൂടിയാണ്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല നല്ല സാധനം തപ്പിയിട്ട് എല്ലാവർക്കും എത്താൻ. നമുക്ക് പിന്നെ വേറെ പണിയില്ല. നമ്മളെ പണി എന്ന് പറയുന്നത് നല്ല സാധനവും നിങ്ങൾക്ക് എത്തിക്കാൻ, നല്ല ക്വാളിറ്റിയുള്ള സാധനം തരാം, അത്ര മാത്രമല്ലേ. അപ്പൊ നമ്മൾ ഇത് അന്വേഷിച്ചുകൊണ്ടുണ്ടാവും. അപ്പൊ നമുക്കല്ലേ സ്റ്റെഫിനായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടുക്കിയിലത്തെ. അപ്പൊ അവന് അവന്റെ വീട്ടിൽ കുറച്ച് കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തുള്ള വീട്ടുകാരെല്ലാം നമുക്ക് സംഭരിച്ചിട്ട് സാധനം അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കാച്ച് തരുന്നുണ്ട്. കുരുമുളക് പൊടിയല്ലേ യൂസ് ആക്കുന്ന ആൾക്കറിയാം, അതിന്റെ ഫ്ലേവറും അതിന്റെ സ്മെല്ലും അത് കറക്കി നൽകുന്ന ആ ടേസ്റ്റ് എല്ലാം വേറെ തന്നെയാണ്. നമ്മളവിടെ അല്ലേ കുരുമുളക് പൊടി പൊടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പൊ അത് അനുഭവിച്ചാലും അല്ലേ പാക്കറ്റ് പൊടി പിന്നെ യൂസ് ആക്കുമെന്ന് നമുക്ക് തോന്നില്ല. അപ്പൊ കഴിഞ്ഞ നാളല്ലേ ഒരിക്കൽ ട്രൈ ആക്കി നോക്കും ഞങ്ങൾ കുരുമുളക് പൊടി.